ഈ നെടുമ്പറമ്പിലെ ഈ രാജുവിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാള് ഈ ഹൈറേഞ്ചിൽ നിന്ന് വന്നതാ, തിരുവല്ലക്കാരനൊന്നും അല്ല ഇവൻ അവിടെ കാപ്പിക്കുരു ഏലക്കായൊക്കെ പറിച്ചുകൊണ്ട് കിടന്നവനാണ്. അവനെ ഇവിടെ പാർട്ടർമാരുടെ കയറോപ്പിലാണ് ഇവിടെ വന്ന് ആള് കളിച്ചത്. അങ്ങനെ രാഷ്ട്രീയത്തിൽ കയറി രാഷ്ട്രീയം കളിച്ചു. മനസ്സിലായി? ഇത് കൂടുതലും പൈസ അടിച്ചുകൊണ്ട് പോയിരിക്കുന്ന പാർട്ടർമാരുടെയാണ്. പെന്തിക്കോസുകാരുടെ പൈസയാണ് ഒരു 85% ഇതിനകത്ത് പോയിരിക്കുന്നത്. പാർട്ടർമാരുടെ കയറോപ്പിലായി പൈസ എല്ലാം കൊണ്ട് അവിടെ ഇട്ടിരിക്കുന്നത്. ഇവനാണ് മറ്റേ ആ കരിക്കിനേത്തെ കടയും കാര്യങ്ങളും എല്ലാം അവര് പൈസ കടം കൊടുത്തിട്ട് അവസാനം അവൻ്റെ കടയും പോയി, കടപ്പാടവും പോയി, എല്ലാം പോയി. അവസാനം ഇവൻ അത് ഏറ്റെടുത്തു. ഇപ്പം എന്തുവായി? ചെട്ടിയെ എന്നാ ചതിച്ചാൽ ഇവൻ മറ്റവൻ ചതിക്കാൻ എന്തുവാ? അങ്ങനെയാണ്ടൊരു ഇതില്ലേ ഈ കരിക്കിനേത്തുകാരൻ. അവനും അത് വരണം. ഇവനെല്ലാം തട്ടിപ്പും വെട്ടിപ്പോവാ. ഇവനൊന്നും നേരിന്നറിയുള്ളവന്മാരല്ല ഇവനൊന്നും. മനസ്സിലായി? ബ്ലേഡുകാരൻ്റെ എല്ലാം അവസ്ഥ ഇതാണ്. മൂത്തൂറ്റിൻ്റെ മോനെ കണ്ടില്ലേ? പട്ടിയെ തട്ടി കൊല്ലുന്ന പോലെ നടു റോഡിലിട്ട് കുത്തിക്കൊന്നിട്ട് പോയി. ലോകത്ത് വലിയ ബ്ലേഡുകാരനാണ്. അങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉള്ള ബ്ലേഡുകാരെ നോക്കിയാൽ മനസ്സിലാവും. ദൂരോട്ടെങ്ങും പോകണ്ട. തിരുവല്ലയിൽ തന്നെ നോക്കിയാൽ ദൂരോട്ടെങ്ങും പോകണ്ട. എത്ര ബ്ലേഡുകാരുടെയാ? ഞാൻ ആൾക്കാരുടെ പേരൊന്നും പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആൾക്കാർക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് മിക്ക ആൾക്കാർ ബ്ലേഡ് നടത്തുന്ന വലിയ വലിയ പുള്ളികളുടെ എല്ലാ മക്കൾ മരിച്ചു ആക്സിഡൻറ്റിലും അതിലും ഒക്കെ. എന്നുവെച്ചാൽ ഇത് ശാപത്തിൻ്റെ പൈസയാണ്. ഓരോരുത്തൻ്റെ കണ്ണീരിൻ്റെ കാശായത്. മനസ്സിലായേ? എൻ്റെ പേര് നിവൃത്തികേട് കൊണ്ടല്ലേ വന്നിട്ട് ബ്ലേഡ് എടുക്കുന്നത്. അപ്പോൾ ആൾക്കാർ ചോദിക്കും അവൻ ക്ഷണിച്ചോന്ന് ചോദിക്കും. ക്ഷണിച്ചല്ല, എന്നാലും ഒരു ന്യായമായിട്ടുള്ള പലിശയ്ക്ക് കൊടുക്കാമല്ലോ. ഇത് ബ്ലേഡ് പലിശയ്ക്കാണ്. ആൾക്കാർ നിവൃത്തികേട് കൊണ്ട് വല്ല പെണ്ണെ കെട്ടിക്കാനോ പിള്ളേരെ പഠിപ്പിക്കാനോ അങ്ങനെയുള്ള ഇപ്പം അവന് ഒരു വിനോദസഞ്ചാരത്തിന് പോകുന്നവനാണ് അവൻ്റെ നിന്ന് മേടിച്ചു. വട്ടിപ്പല്ലി അവൻ അഹങ്കാരത്തിന് പോകുന്നത്, അവൻ്റെ നിന്നൊക്കെ മേടിക്കണം. ഇത് അത്യാവശ്യക്കാരൻ വരുമ്പോൾ അവനെ അങ്ങ് കൊല വിളിക്കുന്ന രീതിയിലുള്ള പലിശ മേടിക്കും. പിന്നെ അങ്ങനെ ശരിയാവും? അവൻ കണ്ണീര് കൊണ്ട് പ്രായിക്കൊണ്ടല്ലേ കൊടുക്കുന്നത്. മുന്നിൽ ചെന്ന് ചിരിക്കുന്നതിൽ ഉള്ളിൽ പ്രായിക്കൊണ്ടാണ് കൊടുക്കുന്നത്. ഇപ്പം തന്നെ കാവുമ്പാത്ത് ചുറ്റുവട്ടത്തുള്ള ഒരു സ്ത്രീ ബ്ലേഡ് കൊടുക്കുന്നുണ്ട്. അവർക്ക് ലൈസൻസും ഇല്ല, കാര്യങ്ങളും ഇല്ല, ഒന്നുമില്ല. അവരുടെ ഭർത്താവ് ഒരു പട്ടാളക്കാരനായിരുന്നു. അങ്ങേര് തളർന്നു കിടക്കുക. അങ്ങേരുടെ കള്ളും മേടിച്ച് കള്ള് കച്ചവടവും ഉണ്ട്, അവർക്ക് ഇതുമുണ്ട്, ബ്ലേഡും കൊടുക്കുക. പിന്നെ അയാളങ്ങനെ എന്തെങ്കിലും മനുഷ്യർക്ക് ഒരു നന്മ ചെയ്താലല്ലേ അയാൾ നാളെ തന്നെ എണീച്ച് കിടക്കത്തുള്ളൂ. അല്ല, അയാൾക്കത് വരണമെന്നാണ് അവരുടെ കൂടെ വർക്ക് ചെയ്ത സർവീസിലുണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞത്. ഇയാളൊരു അവിടെ എന്തോ ഒരു പട്ടാളത്തിൽ ഈ സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ഇതിനകത്തായിരുന്നു. ഈ പുള്ളിക്കാരനെ ഒറ്റ വ്യക്തികൾക്ക് അയാളുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ തന്നെ പറഞ്ഞ ഒറ്റ മനുഷ്യന് ഈ പാവങ്ങളായിട്ടുള്ള പട്ടാളക്കാരും കാണുന്നുണ്ട് വഴക്കിന് പോകാത്തവന്മാർ, അവരുടെ സാധനം മുഴുവൻ അടിച്ചു മാറ്റും. അങ്ങനെ ഉണ്ടാക്കിയതാ. ഇപ്പം അവൻ തളർന്നു കിടക്കുക. പെണ്ണുമ്പിള്ളയാണെങ്കിൽ അയാളുടെ ഓട്ട മേടിച്ചു കള്ള് കച്ചവടവും വട്ടിപ്പലിശയും. ഇതാ നാട്ടിൽ നടക്കുന്നത്. പിന്നെ എങ്ങനെ ഗതി പിടിക്കും? ഇത് തന്നെ ഓരോ എന്നാ ബ്ലേഡുകാരൻ്റെ അവസാനം ഇതായിരിക്കും. താൽക്കാലിക നിലനിൽപ്പും കാര്യങ്ങളുമാണ്. ഇവൻ്റെ മോൻ നടന്നുകൊണ്ടിരുന്ന 24 ലക്ഷം രൂപയുടെ ബൈക്കേല കരക്കാരൻ്റെ പൈസ ഉണ്ടല്ലോ, 44 ലക്ഷത്തിന് മേടിക്കല്ലോ. മനസ്സിലായോ? ഇപ്പം എന്തി ബൈക്ക് ആമ്പിള്ളേർ ഓടിച്ചോണ്ട് കിടക്കും. ആർഭാടെ ജീവിതമാണ്. എന്ന് വെച്ചാൽ ദേഹം നോക്കാത്ത കാശല്ലേ കിടക്കുന്നത്. ഈ പാസ്റ്റർമാർക്ക് അതാ പറ്റുന്നത്. ദേഹം നോക്കാത്ത കാശ ആൾക്കാർ കൊണ്ടുവന്ന് പലിശയ്ക്ക് പൈസ അല്ല ഇത് പിന്നെ ദശാംശം കൊടുക്കുക. അത് കൊണ്ടുവന്ന് ഇവന്മാർക്ക് കൊടുക്കുക. മനസ്സിലായോ? ദശാംശ പൈസയാ. എന്നിട്ട് ഇത് പാവങ്ങൾക്ക് കൊടുക്കാനായിട്ട് കൊടുക്കുന്ന, പാവങ്ങൾക്ക് കൊടുക്കത്തില്ല. ഈ കൊടുക്കുന്നവനും അത് വരണം. ഈ കൊടുക്കുന്നവനെ നേരിട്ട് അർഹതപ്പെട്ടവൻ്റെ കൈ കൊടുക്കത്തില്ല, ഇവൻ്റെ കൊടുക്കുക. എന്ന് വെച്ചാൽ നേരിട്ട് അർഹതപ്പെട്ടവൻ്റെ കൊടുത്താൽ അവൻ പാവമായിരിക്കും. അവനാരോടും അവന് മേടിച്ച് പോക്കറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്തെങ്കിലും ചെയ്യുമായിരിക്കും. എന്നുവെച്ചാൽ ഇവന് കൊടുത്താലല്ലേ ഇവൻ സഭയിലെ വലിയ ആളാകത്തുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഇവന് ബാങ്കിൽ വിടാൻ പറ്റത്തില്ല, കണക്കില്ലാത്ത കാശ. അപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ടിടും. അവന് അടപടലെ അടിച്ചുകൊണ്ട് പോയി. അത് പോയതൊക്കെ പോയി, ഇനിയിപ്പോൾ കിട്ടത്തൊന്നുമില്ല. ഇപ്പം നമ്മളിപ്പോൾ പള്ളിയിലുള്ള ഈ കുരിശി തൊട്ടിയിലൊക്കെ കൊണ്ടുവന്ന് പൈസ ഇട്ടാൽ തിരിച്ചു കിട്ടുമോ? അതാ പള്ളിക്കുള്ള എന്ന് പറഞ്ഞ പോലെ ഇവന് കൊടുത്തത് തന്നെ. അതൊന്നും തിരിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി കേസായി വല്ലാപ്പായി അവസാനം ഇവൻ പാപ്പരാന്ന് പറയും. കൊടുത്തവനെല്ലാം ഗോയിപ്പോട്ട് തൊട്ട് മേളിലോട്ട് അങ്ങ് വരച്ചാൽ മതി.